ദേവീ ശരണം അമ്മേ ഗംഗാ മാതാ കീ ജയ്. ലാവണ്യക്കോളുതല്ലും വരനളിനമതിനുള്ളിലായുല്ലസിച്ചും ധാവല്യത്തോടു തിങ്കൾ കതിരുന്നൊടിയിടയും കാന്തിയിങ്ങും പൊഴിച്ചും ഹാവശ്യം വജ്രശോഭാന്വിത മൃദുലതരം വെൺമരാളത്തിനൊപ്പം പൂവഞ്ചും മട്ടുവാഴും വിമലതനൂലധേ നിന്നെ മേന്മേൽ തൊഴുന്നേൻ. ശ്രീ മഹാദേവ്യൈ നമ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. 12ാമത്തെ അധ്യായം ഇന്നലെ മുതൽ അവലോകനം ചെയ്യാൻ തുടങ്ങി. ഗംഗാസ്തുതിയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. തുടർന്നുകൊണ്ട് നാരദ ഋഷി പറയുന്നു, ഈ ഗംഗയുടെ ജലഗണ സ്പർശത്താൽ പാപികൾക്ക് ആത്മബോധമുണ്ടാകും. കോടി ജന്മങ്ങളിൽ ചെയ്ത ബ്രഹ്മഹത്യാദി പാപങ്ങളെല്ലാം നശിക്കും. 21 പദ്യങ്ങളുള്ള ഈ ഗംഗാസ്തവം, ഗംഗാസ്തുതി പരിപാവനവും പാപനാശകവുമാണ്. അത് ഞാൻ അങ്ങേ ഇതായിപ്പോൾ പറഞ്ഞു കേൾപ്പിച്ചു. നിത്യവും ഈ സ്തോത്രം ചൊല്ലി ഗംഗയെ പൂജിക്കുന്ന പക്ഷം ഓരോ ദിവസവും അശ്വമേധയാഗം നടത്തുന്ന ഫലം ലഭിക്കും. അതിൽ സംശയമില്ല. പുത്രമില്ലാത്തവന് പുത്രനുണ്ടാകും, ഭാര്യാഹീനൻ സഭാര്യനാകും, രോഗി രോഗവിമുക്തനാകും, ബന്ധൻ മുക്തനാകും എന്നുള്ളത് തീർച്ചയാണ്. കീർത്തിയില്ലാത്തവന് കീർത്തിയും മൂർഖൻ വിദ്വാനുമായി ഭവിക്കും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ സ്തോത്രം ചൊല്ലിയാൽ ദുസ്വപ്നങ്ങൾ ശുഭങ്ങളായിത്തീരും. ഗംഗയിൽ സ്നാനം ചെയ്ത ഫലവും ലഭിക്കും എന്നിതാ ഇവിടെ പറഞ്ഞു. തുടർന്ന് കൊണ്ട് പറയണു, ഈ സ്തോത്രം കൊണ്ട് ഭഗീരഥൻ ഗംഗയെ സ്തുതിച്ചു. അവളെ കൂട്ടിക്കൊണ്ട് സഖരന്മാർ ഭസ്മമായി തീർന്ന ഇടത്തേക്ക് പോകുകയും ചെയ്തു. സ്പർശവായുവിനാൽ പരിശുദ്ധരായി അവരെല്ലാം വളരെ വേഗം വൈകുണ്ഠം പ്രാപിച്ചു, മോക്ഷം പ്രാപിച്ചു. ഭഗീരഥൻ കൂട്ടിക്കൊണ്ടുവന്നതിനാൽ ഗംഗയ്ക്ക് ഭാഗീരഥി എന്ന പേര് ലഭിച്ചു. ഇങ്ങനെ ഞാൻ ശ്രേഷ്ഠമായിട്ടുള്ള ഗംഗോപാഖ്യാനം മുഴുവൻ ഇത് അങ്ങയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. ഈ പുണ്യപ്രദവും മോക്ഷപ്രദവും സാരവത്തുമാകുന്നു ഈ കഥ. ഇനി എന്താണ് അങ്ങ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് നാരദൻ പറഞ്ഞത്, ഭുവനപാവനിയായ ഗംഗ എങ്ങനെയാണ് ത്രിപഥകായയായത്, ഇവിടെ വെച്ച് എങ്ങനെയെന്നുള്ളതെല്ലാം എന്നോട് പറഞ്ഞാലും അവിടെയുള്ള ജനങ്ങൾ എന്ത് പുണ്യകർമ്മമാണ് ചെയ്തത്, ഇവയെല്ലാം വിസ്തരിച്ച് അങ്ങ് എന്നോട് പറയണം. ത്രിപഥ ഗയായത് ആയതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് നാരായണ ഋഷി പറയുന്നു, കാർത്തിക്യാം പൂർണിമായാം തുരാധായ സുമഹോത്സവ കൃഷ്ണസംഭൂജ്യതാം രാധാമുവാസ രാസമണ്ഡലേ കൃഷ്ണേന പൂജിതാം താം തു സംഭൂജ്യ ഹൃഷ്ടമാനസ. രാസമണ്ഡലത്തിൽ വെച്ച് കൃഷ്ണൻ രാധയെ പൂജിച്ചു. കൃഷ്ണൻ പൂജിച്ച് അവളെ പൂജിച്ച് സന്തുഷ്ടചിത്തരായി. മറ്റുള്ളവരെ ബ്രഹ്മാതിദേവന്മാരും ശൗനകാദി ഋഷിമാരുമെല്ലാം അതിനിടയ്ക്ക് സംഗീതത്തിൻ്റെ അധിഷ്ഠാതൃത ദേവതയായ സരസ്വതി താളസുന്ദരമായ വിധത്തിൽ മനോഹരമായി വീണ വായിച്ചു. സന്തുഷ്ടനായി തീർന്ന ബ്രഹ്മാവ് അവൾക്ക് ഉത്തമരത്ന നിർമ്മിതമായിട്ടുള്ള ഒരു ഹാരം സമ്മാനിച്ചു. സർവബ്രഹ്മാണ്ടങ്ങളിലും ദുർലഭമായ സർവോത്തമരത്നമാണ് ശിവൻ കൊടുത്തത്. സർവരത്നങ്ങളിലും വെച്ച് അത്യുത്തമമായ കൗസ്തുഭരത്നമാണ് കൃഷ്ണൻ സമ്മാനിച്ചത്. അനർഘരത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഹാരം രാധിക സമ്മാനിച്ചു. ഭഗവാൻ നാരായണൻ മനോഹരമായ ഒരു മാല നൽകി. അമൂല്യ രത്ന ഖചിതമായിട്ടുള്ള കനകകുണ്ഡലങ്ങൾ ലക്ഷ്മീദേവി നൽകി. വിഷ്ണുമായയും മൂലപ്രകൃതിയും ഈശ്വരിയും ഭഗവതിയും ഈശാനിയും നാരായണിയുമായിട്ടുള്ള ദുർഗ സുദുർലഭമായ ബ്രഹ്മഭക്തിക്കും ധർമ്മദേവൻ ധർമ്മബുദ്ധിയും ലോകത്തിൽ വിപുലമായ യശസ്സും അവൾക്ക് നൽകി. അഗ്നി പോലെ വിശുദ്ധമായ പട്ടുവസ്ത്രം, വായു മണിമയമായ നൂപുരങ്ങൾ എല്ലാം കൊടുത്തു. അതിനിടയ്ക്ക് ബ്രഹ്മാവ് വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചത് നിമിത്തം ശിവൻ
രാസോല്ലാസത്തോടുകൂടിയ ശ്രീകൃഷ്ണ സംഗീതം ആലപിച്ചു. ആ ശ്രീകൃഷ്ണ സംഗീത മാധുരിയിൽ മൂർച്ഛിച്ചുപോയ ദേവന്മാരെല്ലാം മരപ്പാവകളെപ്പോലെ ചലനമറ്റിരുന്നു പോയി. വളരെ പണിപ്പെട്ട് ബോധം തെളിഞ്ഞപ്പോൾ രാസമണ്ഡലം ആകെ ജലമയമായിരിക്കുന്നതാണ് അവർ കണ്ടത്. എന്നു മാത്രമല്ല, രാധാകൃഷ്ണന്മാരും അവിടെ നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. അപ്പോൾ ഗോപന്മാരും ഗോപികളും ദേവന്മാരും ബ്രാഹ്മണരും എല്ലാം വാവിട്ട് കരഞ്ഞു. ധ്യാനത്താൽ ബ്രഹ്മാവിന് അപ്പോൾ മനസ്സിലായി തൻ്റെ മുന്നിൽ പ്രത്യക്ഷമായ തീർത്ഥം സ്വന്തം ഇഷ്ടപ്രകാരം ശ്രീകൃഷ്ണൻ രാധയോടൊപ്പം മലിഞ്ഞ് തീർത്ഥമായിരിക്കുന്നതാണ് എന്ന്. അപ്പോൾ ബ്രഹ്മാതിദേവന്മാരെല്ലാം ആ പരമപുരുഷനെ സ്തുതിച്ചു. സ്വന്തം രൂപം കാണിച്ചു തരണേ, അതാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വരം. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ഒരു അശരീരി വാക്ക് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. എല്ലാവരും കേട്ടു. മധുരവും സുവ്യക്തവുമായിട്ടുള്ള ശബ്ദം. ഞാൻ സർവാത്മാവും ഇവൾ ഭക്താനുഗ്രഹമൂർത്തിയായ ശക്തിയുമാണ്. ഈ മിഥ്യാദേഹം കൊണ്ട് ഞങ്ങൾക്ക് കർത്തവ്യമാണ് ചെയ്യാനുള്ളത്. മനുക്കളും മനുഷ്യരും വൈഷ്ണവരായ മുനിമാരും എല്ലാം സുരേശ്വരന്മാരെ എൻ്റെ മഹാമന്ത്രത്താൽ പരിശുദ്ധരായി എന്നെ ദർശിക്കാൻ എൻ്റെ പദം പ്രാപിക്കുന്നു. എൻ്റെ ഭൗതിക രൂപം വ്യക്തമായിട്ട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് പോലെ ശംഭു പ്രവർത്തിക്കട്ടെ. ഹേ ബ്രഹ്മൻ, വിധാതാവായ അങ്ങ് ജഗദ്ഗുരുവായ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുക. സുമനോഹരവും വേദാംഗവുമായ ശാസ്ത്രവിശേഷം രചിക്കുന്നതിന് സർവാഭീഷ്ടദായങ്ങളായ പൂർവമന്ത്രങ്ങളോടും സ്തോത്രങ്ങളോടും ധ്യാനങ്ങളോടും പൂജാവിധിക്രമങ്ങളോടും മന്ത്രകവചങ്ങളോടും കൂടിയ എൻ്റെ സ്തോത്രം മന്ത്രശാസ്ത്രം രചിച്ചിട്ട് വളരെ ഗോപ്യമായിട്ട് അങ്ങ് സൂക്ഷിക്കണം. പ്രായണ ലോകർക്ക് എന്നിൽ വിമുഖത ഉണ്ടാവുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യണം. 100,000-ങ്ങളിൽ ഒരാൾ എൻ്റെ മന്ത്രോപാസകനായി തീരും. എൻ്റെ മന്ത്രത്താൽ പരിശുദ്ധരായവർ എൻ്റെ പദത്തിൽ എത്തിച്ചേരും. അങ്ങനെയല്ലാതെ ആർക്കും ഗോലോകവാസികളായി തീരാൻ കഴിയില്ല. സർവബ്രഹ്മാണ്ടങ്ങളും നിഷ്ഫലമായിട്ട് ഭവിക്കും. എന്നു മാത്രമല്ല, അതൊന്നും സത്യവുമല്ല. അതുകൊണ്ട് അങ്ങ് ഓരോ കാലത്തും ജനങ്ങളെ 5 പ്രകാരത്തിൽ സൃഷ്ടിക്കുന്നതാണ് നല്ലത്. ചിലർ ഭൂമിയിൽ വസിക്കുന്നവർ, മറ്റു ചിലർ സ്വർഗവാസികൾ. ശങ്കരൻ തന്ത്രശാസ്ത്രം രചിക്കാമെന്ന് വേദസദസ്സിൽ വെച്ച് ദൃഢമായ പ്രതിജ്ഞ ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് എൻ്റെ മൂർത്തിരൂപം ദർശിക്കാൻ കഴിയും. ഇങ്ങനെ പറഞ്ഞിട്ട് സനാതനൻ വിരമിച്ചു. ആ അശരീരി അത് കേട്ടപ്പോൾ ജഗൽ സൃഷ്ടാവായ ബ്രഹ്മാവ് സന്തോഷത്തോടെ ശിവനോട് അതുപ്രകാരം പറഞ്ഞു. ജ്ഞാനികളിൽ ഉത്തമനും ജ്ഞാനസ്വരൂപനുമായിട്ടുള്ള ശിവൻ ബ്രഹ്മാവ് പറഞ്ഞത് കേട്ട് ഗംഗാജലം കയ്യിലെടുത്ത് പ്രതിജ്ഞ ചെയ്തു. വിഷ്ണുമായ മന്ത്രങ്ങളോടുകൂടിയ ഉത്തമമായ മന്ത്രശാസ്ത്രം, വേദസാരമായിട്ടുള്ള ഈ മന്ത്രശാസ്ത്രം പ്രതിജ്ഞ അനുസരിച്ച് ഞാൻ രചിച്ചുകൊള്ളാം. ഗംഗാജലം സ്പർശിച്ചുകൊണ്ട് മനുഷ്യർ കള്ളം പറയുന്നു എങ്കിൽ അവൻ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലത്തോളം കാലസൂത്രം എന്ന നരകത്തിൽ കിടക്കും. ഗോലോകത്തിലെ ദേവസദസ്സിൽ വെച്ച് ശങ്കരൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ശ്രീകൃഷ്ണൻ രാധയോടൊപ്പം അവിടെ ആവിർഭവിച്ചു. അദ്ദേഹത്തെ എല്ലാവരും ശരിക്ക് സ്പഷ്ടമായിട്ട് കണ്ടു. സന്തുഷ്ടചിത്തരായിക്കൊണ്ട് ആ പുരുഷോത്തമനെ കൃഷ്ണനെ നമസ്കരിച്ചു. പരമാനന്ദത്തോടെ പിന്നീട് അവർ ഉത്സാഹം കൊണ്ടാടി. കാലക്രമേണ ഭഗവാൻ ശംഭു മുക്തിപ്രകാശമായ സാത്വതതന്ത്രം രചിച്ചു. ഇങ്ങനെ ഞാൻ സുഗോപ്യവും ദുർലഭവുമായ കഥ പറഞ്ഞു കഴിഞ്ഞു. ആ കൃഷ്ണൻ തന്നെയാണ് ഗോലോകത്തിൽ ദ്രവരൂപം പ്രാപിച്ച ഗംഗ. രാധാകൃഷ്ണന്മാരുടെ അംഗത്തിൽ നിന്ന് ജനിച്ച അവൾ മുക്തിയും ഭുക്തിയും നൽകാൻ കഴിയുള്ളവളാണ്. അവളെ ഓരോ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചതും ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ്. ശ്രീകൃഷ്ണ സ്വരൂപമായിട്ടുള്ള അവള് സർവബ്രഹ്മാണ്ടങ്ങളിലും പൂജിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ 12